നമസ്കാരം. ഈ പുഴയും കടന്ന് എന്ന പരമ്പരയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും കടന്നാണ് കാവേരിയും കുടുംബവും തിരുവനന്തപുരത്ത് എത്തിയത്. ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് അവർ ആ ഒരു പണം 50 ലക്ഷം രൂപ തിരികെ വാങ്ങിച്ചു. തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പൈസ വാങ്ങിയെങ്കിൽ പോലും അച്ഛൻ്റെ മരണത്തിന് കണക്ക് ചോദിക്കാനായിട്ട് ഇതുവരെയും കാവേരിക്കും കുടുംബത്തിന് സാധിച്ചിരുന്നില്ല. അവർക്ക് രക്ഷകനായിട്ട് നരയൻ വന്നതോടുകൂടി കാവേരിക്ക് ഒരുപാട് ആശ്വാസമാണ് വന്നിരിക്കുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാതെ അവരെ തേടി മറ്റൊരു ദുരന്ത വാർത്ത എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു സംഭവം കാവേരിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതായിരുന്നില്ല. എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കാവേരിയും വിനീതും കൂടി ചേർന്നിട്ട് ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പൈസ ജയപാലൻ്റെ കയ്യിൽ നിന്നും കാവേരി തിരിച്ചു പിടിച്ചിരുന്നല്ലോ. അപ്പോൾ ആ 50 ലക്ഷം രൂപ ചെക്ക് മാറാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും ബാങ്കിൽ പോയത്. ബാങ്കിൽ പോയി ഈ ഒരു ചെക്ക് കാണിച്ചു. അതിനുശേഷം മാനേജറുമായിട്ട് സംസാരിച്ചു, എല്ലാം ഓക്കെ ആക്കി. അവസാനം വിനീതിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ ഇടാൻ പോകുന്നത്. കാരണം വിനീതിന് മാത്രമേ ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളൂ. അതുകൊണ്ട് വിനീതിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ മാറുന്നത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തുവെങ്കിലും 50 ലക്ഷം രൂപ വിനീതിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാവേരി. അങ്ങനെ അവർ പുറത്തിറങ്ങി പോകുന്ന സമയത്ത് വിനീത് പറയുന്നുണ്ട്, എന്തായാലും അരമനയിലേക്ക് അച്ഛൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തയ്യൽ ജോലി എനിക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ അത് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്തായാലും കാവേരി ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് പോയാൽ മതി. ഇനിയിപ്പോൾ ഒരുപാട് ദൂരമില്ലേ, കുറച്ച് ദൂരമില്ലേ, നടന്നു പോകണ്ട എന്ന് പറഞ്ഞിട്ട് വിനീത് ഓട്ടോ വിളിക്കാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് അവിടേക്ക് നിവിൻ വരുന്നുണ്ട്. നിവിൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കാവേരിയും വിനീതും അവിടേക്ക് വരുന്നത്. അങ്ങനെ വിനീത് പോയി ഓട്ടോ വിളിച്ചു. ഓട്ടോ വിളിച്ച് കാവേരി ഓട്ടോയിൽ കയറുന്ന സമയത്താണ് നിവിൻ വിനീതിനെ കാണുന്നത്. നിവിൻ വിനീതിനെയും കാവേരിയും കണ്ടു. പക്ഷേ നിവിൻ വിളിക്കുന്നതിന് മുൻപേ തന്നെ കാവേരി ഓട്ടോയിൽ കയറി പോയിരുന്നു. എന്നാൽ നിവിനെ കണ്ടുടനെ നിവിൻ വിനീതെ എന്ന് വിളിക്കുന്നതോ വിനീത് നിവിനെ കണ്ടുടനെ തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. നിവിൻ ഉടനെ തന്നെ പൈസയൊക്കെ കൊടുത്ത് വിനീതിൻ്റെ പിന്നാലെ ഓടി വിനീതിനെ പിടിച്ചു നിർത്തി. എന്നിട്ട് വിനീതിനോട് ചോദിക്കുന്നുണ്ട്, വിനീതെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നീ ഒന്ന് പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്കാനെങ്കിലും നീ തയ്യാറാകുക എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് വിനീത് തയ്യാറായിരുന്നില്ല. വിനീത് വീണ്ടും ദേഷ്യപ്പെട്ടു. നീ നിന്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമല്ലേ, രാഗിണിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു, സന്തോഷത്തോടു കൂടി ജീവിക്കുമല്ലേ, അതിലെന്തിനാണ് നീ ഞങ്ങളുടെ പിന്നാലെ വരുന്നത്? അപ്പോൾ ഞാൻ നിന്നെ വിളിച്ചു, കാവേരിയെ വിളിച്ചു, എല്ലാവരെയും മാറി മാറി വിളിക്കുന്നുണ്ട്, പക്ഷെ ആരും കോൾ എടുക്കുന്നില്ല. അതൊന്നും വിനീതിന് അറിയണ്ട. വിനീത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് തൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. വിനീത് കോൾ എടുത്ത് സംസാരിച്ചു. ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. ബാങ്കിൽ നിന്ന് ഈ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട്, അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്നാണ് വിനീതിനോട് പറഞ്ഞത്. എന്നിട്ട് വിനീതിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ കുറച്ച് പൈസ 50 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയില്ലേ, അപ്പോൾ ആ പൈസയുടെ അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണെന്നും നിങ്ങളുടെ ATMൻ്റെ ആ ഒരു 16 അക്ക നമ്പർ എനിക്ക് പറഞ്ഞു തരാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ വിനീത് ആ നമ്പർ പറഞ്ഞു കൊടുത്തു. നമ്പർ പറഞ്ഞു കൊടുത്ത ഉടനെ തന്നെ തൻ്റെ ഫോണിലേക്ക് ഒരു OTP വരുമെന്നും ആ OTPയും കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. വിനീത് ഉടനെ തന്നെ OTPയും പറഞ്ഞു കൊടുത്തു. OTP കൂടി പറഞ്ഞു കൊടുത്ത ഉടനെ ശരി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്തു. അതിനുശേഷം ആണ് വിനീത് നിവിനോട് സംസാരിച്ചത്. അപ്പം നിവിൻ പറയുന്നത്, വിനീത നീ ഒന്ന് പറയുന്നത് കേൾക്ക്, ഞാൻ എന്തായാലും ഞാൻ കാവേരി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്, പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വിനീതും തൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ചു. എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവും ഇല്ല, നിന്നോട് യാതൊരു വൈരാഗ്യവും ഇല്ല. ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്, അല്ലെങ്കിൽ നീ അന്ന് സംസാരിച്ചപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടതെല്ലാം, നീ ഓൾറെഡി രാഗിണിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ പ്രണയം കാവേരിയോട് തുറന്നു പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ നിന്റെ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പറ്റത്തില്ല, അവൾ നിന്നോട് നീ നേരത്തെ പറയാത്തത് കൊണ്ട് തന്നെ അവളത് റിജക്റ്റ് ചെയ്യുകയല്ലേ ചെയ്തത്. അതിനിടയിൽ നീ എന്തിനാണ് അവളുടെ പിന്നാലെ നടക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ രാഗിണിയുമായിട്ടുള്ള വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കാവേരിയും കുടുംബത്തെയും ബാധിക്കും. ഉറപ്പായിട്ടും നിന്റെ കുടുംബമാണെങ്കിലും നിന്റെ അമ്മയച്ഛനും ആണെങ്കിലും ജയപാലനാണെങ്കിലും എല്ലാവരും കൂടി കാവേരിയും കുടുംബത്തെ ആയിരിക്കും കുറ്റം പറയാൻ പോകുന്നത്. അപ്പോൾ വെറുതെ എന്തിനാണ്, അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. ഇനി വീണ്ടും ഒരു പ്രശ്നവും കൂടി അവരുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അന്ന് ദേഷ്യപ്പെട്ടതെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും തൻ്റെയും രാഗിണിയുടെയും വിവാഹം നടന്നിട്ടില്ല. വിവാഹ മണ്ഡപത്തിൽ എന്താണ് നടന്നത് എന്ന്
തുറന്നു പറയാൻ പോലും വിനീതിന് സാധിച്ചില്ല. വിനീതിനോട് തുറന്നു പറയാൻ പോലും നിവിന് സാധിച്ചില്ല. അതിനു മുൻപ് തന്നെ രാഗിണിയുടെ കോള് നിവിൻ്റെ ഫോണിലേക്ക് വരികയാണ്. നിവിൻ ആ കോൾ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് വിനീത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കാരണം ഇനി നിവിനോട് സംസാരിക്കാൻ തനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിനീത് അവിടെ നിന്ന് പോയത്. അങ്ങനെ രാഗിണി വിളിച്ചിട്ട് നിവിനോട് പറഞ്ഞത്, നിവിൻ കൊച്ചിയിലാണ്, അതും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കൊച്ചിയിലേക്ക് പോയിട്ട് തിരുവനന്തപുരത്ത് എന്തിനാണ് കറങ്ങി നടക്കുന്നതെന്നും നീ കാവേരിയുടെ പിന്നാലെയാണ് നടക്കുന്നത് എന്ന് എനിക്കറിയാം. ഈ കാര്യം നിന്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടു കൂടി നിവിൻ കോള് കട്ട് ചെയ്തു. എന്നിട്ട് വിനീതിനെ നോക്കി, പക്ഷെ വിനീതിനെ കാണാനില്ല. അങ്ങനെ നിവിൻ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ തന്നോട് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തതിന്, തന്നെ അപമാനിച്ചതിന് രാഗിണിക്ക് വീണ്ടും നിവിനോട് ദേഷ്യം വരികയാണ്. നിവിനെ നേരിട്ട് കാണാനായിട്ട് രാഗിണി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും കാവേരി അറിഞ്ഞിട്ടില്ല. അപ്പോൾ കാവേരിയും കുടുംബവും അവിടെ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും താമസം മാറിയല്ലോ, അപ്പോൾ എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഒതുക്കണ്ടേ. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗ അവിടെ മുറ്റം തൂക്കുന്നുണ്ട്, കാവേരി വലയടിക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോ ജോലികൾ ചെയ്യുന്ന സമയത്താണ് നരേൻ്റെ ചെറിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ചെറിയമ്മ വന്ന ഉടനെ തന്നെ അവരോട് കാവേരിയോടും പിന്നെ ഗംഗയോടും യമുനയോടെയൊക്കെ സംസാരിച്ചു. എന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് അറിയിക്കാൻ മടിക്കരുതെന്നും പറഞ്ഞു. അതിനുശേഷമാണ് ശാരദയെ പോയി കണ്ടത്. ശാരദയോടും സംസാരിക്കുകയും എന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം, ഞങ്ങളോട് ചോദിക്കാൻ മടിക്കരുത് എന്ന് പറയുകയും ചെയ്തു. അതൊക്കെ ശാരദയ്ക്കും മക്കൾക്കും ഒരുപാട് ആശ്വാസവും ഭയങ്കര സന്തോഷവും തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് നരേനാണെന്നുണ്ടെങ്കിൽ പുറത്ത് തൻ്റെ മാനേജറിനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം മാനേജർ നരേനോട് പറഞ്ഞിരുന്നു. പക്ഷേ നരേൻ അത് ശ്രദ്ധിച്ചില്ല. മെയിൽ അയച്ചു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, പിന്നെ കോൾ ചെയ്തു. പക്ഷെ അതൊന്നും നരേൻ നോക്കിയിട്ടില്ല. കാരണം താൻ ബിസി ആയതുകൊണ്ട് തന്നെ താൻ അധികം വാട്സപ്പിൽ നോക്കാറില്ല, മെസ്സേജസ് നോക്കാറില്ല, ചിലപ്പോൾ കോൾ എടുത്തൊന്നും വരത്തില്ല. അപ്പോൾ അതിൻ്റെ എതിരെ നരേൻ ദേഷ്യപ്പെടുമ്പോൾ നരേനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു സംവിധാനവും ഇല്ല. നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അയാൾ ഒന്നും കേൾക്കാനും പോകുന്നില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മൾ നിള കൊണ്ടുവന്ന ആ തോക്കെടുത്തിട്ട്, അതും കളിപ്പാട്ട തോക്കെടുത്തിട്ട് നരേൻ്റെ നേർക്ക് കാവേരി അമ്പയ്യാണ്. അപ്പോൾ അത് കണ്ടിട്ട് നരേൻ ഇതെന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും കാവേരിയും നമ്മുടെ നരേനും തമ്മിലുള്ള ആ മൊമെന്റ്സ്, അവരുടെ ആ ഒരു കോംബോ അവിടെ ആരംഭിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നരേനെ മര്യാദ പഠിപ്പിക്കാൻ തന്നെയാണ് കാവേരി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്ന് പറയുന്നത് കിടിലൻ എപ്പിസോഡ് തന്നെയായിരിക്കും. നരേനെ കാണാനായിട്ട് നിവിൻ അവിടേക്ക് വരുന്നുണ്ട്. വെറുതെ വന്നതല്ല, നിവിനല്ല, നമ്മുടെ വിനീത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നരേൻ പുറത്ത് നിൽക്കുന്നതും വിനീത് ഒരു സുഹൃത്തിനെ പോലെ തന്നെ നരേനോട് പോയി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് വിനീതിനോട് നരേൻ സംസാരിച്ചത്. അതായത് ദേഷ്യം എന്ന് പറയുമ്പോൾ തനിക്ക് പരിചയമില്ല, പിന്നെ താനാരാ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു സംസാരിച്ചത്. അപ്പോൾ അതൊന്നും കാവേരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ജയപാലൻ പണി തുടങ്ങിയിട്ടുണ്ട്. നിവിൻ്റെ പിന്നാലെ തന്നെ രാഗിണി നടക്കുകയാണ്. രാഗിണി നിവിനെ കാണാനായിട്ട് തിരുവനന്തപുരത്തെത്തി. പക്ഷേ ഭയങ്കര മോശമായിട്ട് നിവിൻ രാഗിണിയെ വഴക്ക് പറയുകയും രാഗിണി അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും നിവിനെ വിട്ടു പോകത്തില്ല, അവനെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന വാശിയിലാണ് രാഗിണി. എന്തായാലും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വിനീതിനെ വിളിച്ച് ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് ATM-ൻ്റെ പിൻ നമ്പറും പിന്നെ OTP ഒക്കെ ഒരു ബാങ്കിൽ നിന്നും പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് എൻ്റെ ഒരു സംശയം, അത് വിനീതിനെ പറ്റിച്ചതാണെങ്കിലോ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നെങ്കിൽ ജയപാലൻ പറഞ്ഞയച്ച ആൾക്കാർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിനീതിനെ വിളിച്ചതാണെങ്കിലോ വിനീതിൻ്റെ പൈസ അയാൾ തട്ടിയെടുത്തതാണെന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇനി നിളയുടെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്? ആ പൈസ വിനീത് അറിയാതെ തന്നെ വിനീതിൻ്റെ അക്കൗണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ വിനീതും കുടുംബമൊക്കെ കരകയറും? നിളയുടെ ഓപ്പറേഷൻ നടക്കുമോ? അതോ ഇനി നിളയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ട് നരേനും കുടുംബവും എത്തുമോ? എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? ജയപാലൻ ഇനി എങ്ങനെയായിരിക്കും കാവേരിയും കുടുംബത്തെയും ദ്രോഹിക്കാൻ പോകുന്നത്? അതിൽ നിന്നെല്ലാം കാവേരി എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.